IDFC മാനേജിംഗ് ഡയറക്ടറായിരിക്കെ അവധിയെടുത്ത് 3 മാസം കൊല്ലത്തെ സ്വകാര്യ കോളേജിൽ പ്രതിഫലം കൈപ്പറ്റി ജോലി ചെയ്തെന്നാണ് പരാതി. വ്യക്തിപരമായ നേട്ടത്തിന് ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തു, ഇതുവഴി പെരുമാറ്റദൂഷ്യമുണ്ടായി എന്നീ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ട് കണ്ണൂർ സ്വദേശി സത്യൻ ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ ഈ ആവശ്യം കോടതി തള്ളി. CBI അന്വേഷണം അനുവദിക്കാൻ പര്യാപ്തമായ വസ്തുതകളൊന്നും ഹർജിയിലില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. അന്വേഷണ ആവശ്യം നിലനിൽക്കില്ല. പുതുതായി അന്വേഷിക്കാൻ ഹർജിയിൽ ഒന്നുമില്ലെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. നേരത്തെ വിജിലൻസ് ഈ കേസ് അന്വേഷിച്ചിരുന്നു. ഇതേ തുടർന്ന് ജേക്കബ് തോമസ് പ്രതിഫലമായി കൈപ്പറ്റിയ തുക തിരികെ നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ അന്വേഷണം കൃത്യമല്ലെന്നായിരുന്നു ഹർജിക്കാരന്റെ നിലപാട്. കേസ് നേരത്തെ ഹൈക്കോടതി പരിഗണിച്ചപ്പോൾ അന്വേഷണത്തിന് തയ്യാറാണെന്ന് CBI ഹൈക്കോടതിയെ അറിയിച്ചത് ചർച്ചയായിരുന്നു. ജേക്കബ് തോമസിന്റെ ഭാഗത്തു നിന്ന് ക്രമവിരുദ്ധമായി യാതൊന്നും ഉണ്ടായിട്ടില്ലെന്ന നിലപാടാണ് സർക്കാർ ഹൈക്കോടതിയിൽ സ്വീകരിച്ചത്. മാത്രവുമല്ല, അന്വേഷിക്കാൻ തയ്യാറാണെന്ന CBIയുടെ നിലപാടിന് പിന്നിൽ ദുരുദ്ദേശമുണ്ടെന്നും സർക്കാർ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതേസമയം അന്വേഷിക്കാൻ തയ്യാറാണെന്ന് CBI കോടതിയെ അറിയിച്ചതിന് തൊട്ടുപിന്നാലെ CBI ഡയറക്ടറുടെ അനുമതിയോടുകൂടിയാണോ ഈ നിലപാടെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നതായി കാണിച്ച് ജേക്കബ് തോമസ് CBI ഡയറക്ടർക്ക് കത്തെഴുതുകയും ചെയ്തിരുന്നു. നടപടി അസാധാരണമാണെന്നും ചട്ടങ്ങൾ പാലിക്കാതെയാണെന്നും CBI ഡയറക്ടർക്കുള്ള കത്തിൽ ജേക്കബ് തോമസ് ചൂണ്ടിക്കാട്ടിയിരുന്നു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.